ബ്രസീൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാലന്റ് ഫാക്ടറിയാണത്. പല കാലങ്ങളിൽ ലോക ഫുട്ബോളിന് അടക്കിവാണ അധികായർ പലർക്കും ജന്മം നൽകിയ മണ്ണ്. കാലങ്ങളായി ക്ലബ് ഫുട്ബോളിൽ യൂറോപ്പ് പുലർത്തുന്ന അപ്രമാദിത്വത്തിന് പിറകിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഫുട്ബോൾ ഹെറിറ്റേജിന് വലിയ പങ്കുണ്ട്, പ്രത്യേകിച്ച് ബ്രസീലിന്. ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്താണ്? കാരണമുണ്ട്. ഫുട്ബോൾ ലോകത്തിൻ്റെ ചർച്ചകളിൽ നിറയെ ഇപ്പോൾ ഒരു 24-കാരൻ പയ്യൻ്റെ പേര് നിറയുകയാണ്: ഇഗോർ ജീസസ്. ബ്രസീലിയൻ ക്ലബായ ബോട്ടഫോഗോ ക്ലബ് ലോകകപ്പിൽ നടത്തുന്ന അവിശ്വസനീയ കുതിപ്പിന് തേരിതെളിക്കുന്ന ഒരു യങ് സെൻസേഷൻ. യൂറോപ്യൻ ഫുട്ബോളിൽ തങ്ങൾക്ക് കിട്ടാക്കനിയായിരുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം ഫ്രഞ്ച് ജയൻസായ PSG പാർക്ക് ഡെ പ്രിൻസസ് ഷെൽഫിലെത്തിച്ചത് ഈ വർഷമാണ്. സൂപ്പർ താരങ്ങളെ കുത്തിനിറച്ചൊരു സംഘവുമായി ചാമ്പ്യൻസ് ലീഗ് വേദികളിലെത്തുന്നു. പാതി വഴിയിൽ വീണടഞ്ഞ സ്വപ്നങ്ങളുമായി നാട്ടിലേക്ക് വണ്ടി കയറുന്നു. മുൻ സീസണുകളിൽ ഇങ്ങനെയൊക്കെയായിരുന്നു PSG ചാമ്പ്യൻസ് ലീഗ് സഞ്ചാരങ്ങൾ. എന്നാൽ ഇക്കുറി ലൂയിസ് എൻറിക്കെ എന്ന ചാണക്യൻ ടീമിന്റെ തലവര തന്നെ മാറ്റിയെഴുതി. ഫ്രഞ്ച് മണ്ണിൽ ഒത്തിണക്കമുള്ളൊരു കളിക്കൂട്ടത്തെ സൃഷ്ടിച്ച എൻറിക്കെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ PSG ഏറ്റവും മികച്ച ക്യാമ്പയിന് തേരിതെളിച്ചു. ഒടുവിൽ അത് കിരീടത്തിൽ ചെന്നാണ് അവസാനിച്ചത്. യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ കൈവെള്ളയിൽ കിരീടം വെച്ച് കൊടുക്കാനൊരു ടൂർണമെന്റ്. ഏറെക്കാലമായി ക്ലബ് ലോകകപ്പ് ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ടൂർണമെന്റിൽ എന്തൊക്കെ സംഭവിച്ചാലും കിരീടമൊടുക്കം യൂറോപ്പിലേക്ക് തന്നെ പറക്കുമെന്നാണ് വെപ്പ്. ഇക്കുറി ഫിഫ ടൂർണമെന്റിന്റെ ഫോർമാറ്റ് ആകെ പൊളിച്ചടുത്തി. യൂറോപ്പിൽ നിന്ന് 12 ടീമുകൾ ഇത്തവണ ടൂർണമെന്റിൽ പന്ത് തട്ടുന്നുണ്ട്. അപ്പോഴും ഹോട്ട് ഫേവറേറ്റുകളുടെ പട്ടികയിൽ PSG പേര് ആദ്യം തന്നെയുണ്ട്. ആ PSG-യെയാണ് ലോക ഫുട്ബോൾ ഭൂപടത്തിൽ അത്ര പേരും പെരുമയുമൊന്നുമില്ലാത്ത ബോട്ടഫോഗോ പരാജയപ്പെടുത്തിയത്. ഫുട്ബോളിന്റെ ഈറ്റില്ലങ്ങളായ 2 വൻകരകളുടെ ചാമ്പ്യന്മാർ ഏറ്റുമുട്ടിയ പോരിൽ ലാറ്റിൻ അമേരിക്ക വിജയിക്കുന്നു. കളിയും കണക്കുമൊക്കെ നിരത്തിയാൽ സംവാദങ്ങൾ അവസാനിക്കില്ല. ഫുട്ബോളിൽ ഫൈനൽ വിസിൽ മുടങ്ങിയാൽ കണക്കുകൾ അപ്രസക്തമാകും എന്നാണല്ലോ. ഗോൾ വലയിൽ പന്തെത്തിച്ചവരുടേതാണ് അവസാന ചിരി. ബോട്ടഫോഗോയേക്കാൾ ഫുട്ബോൾ ലോകത്തെ ചർച്ചകളിൽ ഇപ്പോൾ നിറയുന്നത് ടീമിലെ ബ്രസീലിയൻ യങ് സെൻസേഷൻ ഇഗോർ ജീസസ് ആണ്. 36 മിനിറ്റിൽ 2 പ്രതിരോധ താരങ്ങളെ കീഴടക്കി ഡൊണ്ണറമ്മയെയും മറികടന്ന് ജീസസിന്റെ ബൂട്ടിൽ നിന്ന് PSG ഗോൾ വലയിലേക്ക് പന്ത് പായുമ്പോൾ ലൂയിസ് എൻറിക്കെ നിരാശയോടെ ഡഗൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ മത്സരത്തിൽ പന്ത് ഗോൾ വലയെ ചുംബിച്ച ഏക നിമിഷം അതായിരുന്നു. ഗാലറിയിലെ കോടിക്കയറി ആരാധകർക്കൊപ്പമാണ് ജീസസ് തന്റെ ഗോൾ നേട്ടം ആഘോഷമാക്കിയത്. മത്സരശേഷം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അയാളെ തന്നെ തേടിയെത്തി. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 19 തവണ സ്കോർ ചെയ്ത PSG താരങ്ങൾ റോസ് ബോൾ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 54,000 കാണികൾക്ക് മുന്നിൽ ഇന്ന് വലചലിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്നത് ഒരു വിചിത്ര കാഴ്ചയായിരുന്നു. 2012-ലാണ് ഇതിനു മുമ്പ് ഒരു യൂറോപ്യൻ ടീം ക്ലബ് ലോകകപ്പിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ സംഘത്തോട് പരാജയപ്പെടുന്നത്. അന്ന് കലാശപ്പോരിൽ കൊറിന്ത്യൻസിനോട് ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയത് ഇംഗ്ലീഷ് കരുത്തരായ ചെൽസി. ആദ്യ മത്സരത്തിൽ MLS ക്ലബായ സിയാറ്റിൽ സൗണ്ടേഴ്സിനെ ബോട്ടഫോഗോ പരാജയപ്പെടുത്തുമ്പോഴും ഇഗോർ ജീസസ് തന്നെയായിരുന്നു കളിയിലെ താരം. അന്നും ബോട്ടഫോഗോക്കായി വിജയ ഗോൾ പിറന്നത് ജീസസിന്റെ ബൂട്ടിൽ നിന്നാണ്. അത്ലറ്റിക്കോ മാഡ്രിഡും PSG അടങ്ങുന്ന ഗ്രൂപ്പ് ബിയിൽ ഇപ്പോൾ 1ാം സ്ഥാനം അലങ്കരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ രാജാക്കന്മാരാണ്. ഞങ്ങളെ നോക്കി ഇപ്പോൾ വാ പൊളിച്ചു നിൽക്കുകയാണ് പലരും. ഇങ്ങനെ ഒരു ഫലം ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ കരുത്ത് എന്താണെന്ന് ഫുട്ബോൾ ലോകം ഇന്ന് കണ്ണിറയെ കണ്ടു. മത്സരശേഷം ജീസസ് വാചാലനായി. ക്ലബ് ലോകകപ്പിൽ ജീസസ് നടത്തുന്ന മിന്നും പ്രകടനങ്ങൾ ഇപ്പോൾ ആരെയാവും ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ടാവുക? ഇംഗ്ലീഷ് ക്ലബായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആരാധകരെയാകും അത്. അടുത്ത സീസൺ മുതൽ നോട്ടിംഗ്ഹാമിന്റെ ജേഴ്സിയിൽ ഇംഗ്ലീഷ് മൈതാനങ്ങളെ ത്രസിപ്പിക്കാൻ അയാൾ എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ബോട്ടഫോഗോയിൽ നിന്ന് ജീസസിനെ കൂടാതെ മറ്റൊരു ബ്രസീലിയൻ താരം കൂടി നോട്ടിംഗ്ഹാമിലെത്തും. 20-കാരൻ സെൻട്രൽ ഡിഫൻഡർ ജെയർ കൂനിയ. UAE ക്ലബായ ഷബാബ് അൽ അഹ്ലിയിലാണ് ജീസസ് തന്റെ കളിക്കാലങ്ങളുടെ വലിയൊരു ഭാഗം ചെലവഴിച്ചത്. 2019-ൽ സീനിയർ കരിയർ ആരംഭിച്ച അയാളുടെ പേര് കഴിഞ്ഞ വർഷം വരെ ബ്രസീൽ ആരാധകർക്ക് പോലും അത്രക്ക് സുപരിചിതമായിരുന്നില്ല. 2024-ൽ ഷബാബിൽ നിന്ന് ബോട്ടഫോഗോയിലെത്തിയ ജീസസിന് അതേ വർഷം തന്നെ ദേശീയ ടീമിലേക്ക് വിളിയെത്തി. അരങ്ങേറ്റ മത്സരത്തിൽ ചിരിക്കെതിരെ സ്കോർ ചെയ്ത് ആരാധകരെ അയാൾ അത്ഭുതപ്പെടുത്തി. പിന്നെ ബോട്ടഫോഗോ ജേഴ്സിയിൽ നടത്തിയ മിന്നും പ്രകടനങ്ങൾ യൂറോപ്യൻ ടീമുകളുടെ റഡാറിലേക്ക് ജീസസിന്റെ പേരിനെ എത്തിച്ചു. ജനുവരിയിൽ ആഴ്സണൽ അടക്കമുള്ള ക്ലബ്ബുകൾ ജീസസിനായി രംഗത്തുണ്ടായിരുന്നു. ഒടുവിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് അയാൾ യെസ് പറഞ്ഞു. ഷബാബിനായി 65 മത്സരങ്ങളിൽ 34 ഗോളുകൾ തന്റെ പേരിൽ കുറിച്ച ജീസസ് ബോട്ടഫോഗോ ജേഴ്സിയിൽ 37 മത്സരങ്ങളിൽ നിന്ന് 9 തവണയാണ് വലകൊടുക്കിയത്.
സെൻട്രൽ ഫോർവേഡ് റോളിലാണ് കളിക്കുന്നതെങ്കിലും ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ് ജീസസ്. പല പൊസിഷനുകളിലും മാറ്റി പരീക്ഷിക്കാനാകുന്ന ഒരു പ്രതിഭ. നോട്ടിംഗം പരിശീലകൻ നൂനോ എസ്പിരിറ്റോ സാന്റോ അയാളെ എങ്ങനെയാകും ഉപയോഗപ്പെടുത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാകും ഇപ്പോൾ ആരാധകർ. ബയേണിനോട് ഓക്ലാൻഡ് FC എതിരില്ലാത്ത 10 ഗോളിന് പരാജയപ്പെട്ടതോടെ ക്ലബ് ലോകകപ്പിന്റെ നിലവാരത്തെക്കുറിച്ച് ആരംഭിച്ച ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരല്പം അടങ്ങിയിട്ടുണ്ട്. ഫുട്ബോളിന്റെ അവസാന വാക്കെന്ന പട്ടം ഏതെങ്കിലും ഒരു വൻകരക്ക് ആരും പതിച്ചു നൽകിയിട്ടില്ല എന്ന് പലരും പറഞ്ഞു വെക്കുന്നുണ്ട്.